Hi friends, welcome to Janz Creations. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ സാരിയുടെ ബ്ലൗസിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോ അല്ല, നമ്മുടെ ആരി വർക്ക് ചെയ്തതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺസ് വന്നതെന്നും എങ്ങനെയാണ് നമ്മളത് ചെയ്തതെന്നുമാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വർക്ക് ബാക്കിലും ഫ്രണ്ട് നെക്കിൻ്റെ വൺ സൈഡും പിന്നെ സ്ലീവ് രണ്ട് പോർഷനിലുമാണ് നമ്മൾ വർക്ക് ചെയ്തെടുത്തിരുന്നത്. സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ സാരിയിൽ കൊടുത്തിരുന്ന പോലെ തന്നെ ഹാങ്ങിങ്സുകൾ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ ബാക്ക് നെക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. ബാക്ക് നെക്ക് നമ്മൾ ഇത്തിരി ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കട്ട് വർക്ക് മോഡലിലാണ് ചെയ്തത്. അപ്പം കട്ട് വർക്ക് മോഡൽ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ നെറ്റിൻ്റെ പീസ് ബ്ലൗസിൻ്റെ പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. അതാണ് ഞാനിപ്പോൾ മൊട്ട് സൂചി കുത്തി ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ബേസിക് സ്റ്റിച്ച്, അതായത് നമ്മുടെ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കുക. 1 ലെയർ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അത് ഫുള്ള് വി ഷേപ്പിലും പിന്നെ ആ ഒരു നെക്ക് വരുന്ന പോർഷനിലുമായിട്ട് ചെയ്തു കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഒരു പ്ലെയിൻ വർക്ക് ചെയ്തതിൻ്റെ മുകളിൽ കൂടി സിക്സാഗ് ചെയിൻ ഇട്ട് കൊടുത്തു. ആരി വർക്കിൻ്റെ തന്നെ അതാണ് ഇപ്പം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത്. ഇതിപ്പോൾ ഫുള്ള് നമ്മൾ സിക്സാഗ് കൂടി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു നെറ്റിൻ്റെ പീസിനെ നമ്മൾ വി ഷേപ്പിൻ്റെ പുറമേ വരുന്ന ഭാഗത്തെ നെറ്റുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. അത് വിയുടെ പുറത്താണ് കേട്ടോ, അകത്തെ ഭാഗം കട്ട് ചെയ്യരുത്, അതാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ പുറത്തെ ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നതാണ് അകത്തുനിന്നുള്ള നമ്മുടെ നല്ല പീസ് ബ്ലൗസിൻ്റെ പീസിനെ നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പുറം വശം കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അകം വശത്തെ പോർഷൻ കട്ട് ചെയ്യുന്നത്. അത് ഇതുപോലെ ഈ ഒരു വി ഷേപ്പിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡൊക്കെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത്തിരി കെയർഫുള്ളാണ്, അല്ലെങ്കിൽ നമ്മൾ നെറ്റ് എങ്ങാനും കട്ട് ചെയ്ത് പോയാൽ പണിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ആരി വർക്ക് ചെയ്തതിൻ്റെ 2 സൈഡിലും ആയിട്ട് നമ്മളിതാ ഈ ഒരു ചെയിൻസുകൾ നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും റെഡിമെയ്ഡായിട്ട്. അപ്പോൾ ആ ഒരു ചെയിനാണ് ഞാൻ ഈ 2 സൈഡിലായിട്ട് ആരി വർക്കിൻ്റെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ചുറ്റിനായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അടുത്ത ലെയറായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് സർദോസിയാണ്. സർദോസി നമ്മളിതാ കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ആരി വർക്കിൻ്റെ നീഡിൽ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് നമ്മൾ സിക്സാഗ് വരെ ചെയ്തേക്കുന്ന പോർഷനാണ് കാണുന്നത്. ആദ്യം പ്ലെയിൻ ആയിട്ട് ചെയ്തു, അതിൻ്റെ മുകളിൽ സിക്സാഗും കൂടി ചെയ്ത് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ 2 ലെയർ മുകളിലും താഴെയായിട്ട് നമ്മുടെ ആ ഒരു ചെയിൻസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ 1 സൈഡ് മാത്രമേ ചെയ്തുള്ളൂ. സാരി വരുന്ന പോർഷൻ മറിഞ്ഞു പോകുന്ന വശത്തേക്ക് നമ്മൾ ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മൾ സർദോസിയും കൊടുത്തു. പിന്നെ അടുത്ത ലെയറായിട്ട് കൊടുത്തത് ആൻറ്റിക് ബീഡാണ്. ആൻറ്റിക് ബീഡും നമ്മൾ ആരി വർക്കിൻ്റെ നീഡിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അതിൻ്റെ അടുത്ത ലെയറായിട്ട് ഒരു ഡ്രോപ്പ് ഷേപ്പ് സർദോസി കൊടുത്ത് അതിനകത്ത് ബീഡുമായിട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ സ്ലീവിൻ്റെ ഡിസൈനാണ് വരുന്നത്. സ്ലീവിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സെൻറ്ററിൽ കൂടി 2 ലെയറാണ് വന്നേക്കുന്നത്. നമ്മൾ ഇതേ പാറ്റേൺ എല്ലാത്തിനും സെയിമാണ്. ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും ഒക്കെ ചെയ്ത അതേ പാറ്റേൺ തന്നെ നമ്മൾ സ്ലീവിലും കൊണ്ടുവന്നിരിക്കുകയാണ്. ആദ്യം ആരി വർക്ക് ത്രെഡ് വർക്ക് ചെയ്തു, അതിനുശേഷം നമ്മൾ ആ ചെയിൻസ് ആഡ് ചെയ്ത് കൊടുത്തു, പിന്നെ സർദോസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആൻറ്റിക് ബീഡ്സും ആഡ് ചെയ്തു, പിന്നെ ഈ ഒരു ഡ്രോപ്പ് ഷേപ്പിൻ്റെ 1 ഇഞ്ച് അകലത്തിൽ നമ്മൾ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് ഓരോ മുത്തും വെച്ച് കൊടുത്താണ് നമ്മൾ ആ ഒരു ഡിസൈൻ റെഡിയാക്കിയെടുത്തത്. ഈ സ്ലീവിൻ്റെയും സെൻറ്ററിൽ നമ്മൾ നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഉൾഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞില്ല, കാരണം എങ്ങാനും കട്ട് ചെയ്ത് പോയാലോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മളിതാ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ മുകളിൽ നമ്മൾ സാരിയിൽ വെച്ചിരിക്കുന്ന പോലെ തന്നെ ആ ഒരു ബീഡ്സും പിന്നെ കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സും ആയിട്ടാണ് നമ്മളിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് അത് നമ്മൾ നൂല് സൂചി ഉപയോഗിച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ.
അത് നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ ബാക്ക് നെക്കിൻ്റെ പോർഷനിൽ മോൾ വശത്തായിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിസൈൻ തന്നെ നമ്മൾ സ്ലീവിലും ഇതുപോലെ ആദ്യം ക്രിസ്റ്റൽ ബീഡ്സ്, പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ സാരിയിൽ വരുന്ന ബീഡ്സും കൂടി മിക്സ് ആയിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തത്. ഇതായപ്പോൾ നമ്മുടെ ബ്ലൗസേലെ വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.